Good morning. Today going to talk about targeting the customers. Customer relationship management എന്ന് പറയുന്ന സബ്ജക്റ്റിലെ സെക്കൻഡ് യൂണിറ്റിലെ പോർഷനാണ്. കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെൻറ്റ് മോഡൽ എന്ന് പറയുന്ന ഭാഗത്തിലത്തെ ലാസ്റ്റ് പോയിൻറ്റ്സുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ടാർഗറ്റിംഗ് ദ കസ്റ്റമേഴ്സ്. മാസ് മാർക്കറ്റിംഗ് അപ്രോച്ച് സച്ച് ആസ് ടെലിവിഷൻ, റേഡിയോ, പ്രിൻ്റ് അഡ്വർടൈസിംഗ് ആർ യൂസ്ഫുൾ ടു ജനറേറ്റിംഗ് അവെയർനെസ് ആൻഡ് അച്ചീവിംഗ് അതർ കമ്മ്യൂണിക്കേഷൻ ഒബ്ജക്റ്റീവ്, ബട്ട് ദേ ആർ പ്യൂർലി സ്യൂട്ടഡ് ഫോർ CRM ഡ്യൂ ടു ഇംപേഴ്സണൽ നാച്ചർ. അതായത് CRM എന്ന് പറയുന്നത് കസ്റ്റമർ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ്. അപ്പം നമ്മൾ ഉപയോഗിക്കുന്ന മാർക്കറ്റിംഗ് അപ്രോച്ചസ് എന്ന് പറഞ്ഞാൽ ടെലിവിഷൻ, റേഡിയോ, അതായത് മാസ് മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന അതിൽ നമ്മൾ എന്ത് വരുന്നില്ല, ടാർഗറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ ഇതിൽ തന്നെ ടാർഗറ്റ് ചെയ്തിട്ട് അതിന് നമ്മൾ ടെലിമാർക്കറ്റിംഗ്, ഡയറക്റ്റ് മെയിൽ, അതൊക്കെയാണ് കസ്റ്റമറെ ടാർഗറ്റ് ചെയ്തിട്ട് നമ്മൾ ചെയ്യുന്നത്. ഡയറക്റ്റ് സെയിലിംഗ് റിട്ടേണേഴ്സ് പെപ്പേഴ്സ് ആൻഡ് റോജേഴ്സ് പറയുന്നത് കമ്പനീസ് ബിഗൻ ടു ഡയലോഗ് വിത്ത് കസ്റ്റമർ ത്രൂ ടാർഗറ്റഡ് അപ്രോച്ചസ്. അതിൽ കസ്റ്റമേഴ്സിനെ അതിൽ അഡ്വർടൈസ്മെൻറ്റോ കാര്യങ്ങളോ കൊടുക്കുമ്പോൾ തന്നെ അതിൽ കസ്റ്റമേഴ്സിനെ ടാർഗറ്റ് ചെയ്തിട്ട് ഏത് കാറ്റഗറിക്ക് ഉള്ളതാണെങ്കിൽ അത് നമ്മൾ കാറ്റഗറൈസ് ചെയ്തിട്ട് ഓരോരുത്തരുടെയും ഇൻഡിവിജ്വലായിട്ട് അഡ്വർടൈസ്മെൻറ്റ് കൊടുക്കുന്ന രീതിയിലുള്ള അഡ്വർടൈസ്മെൻറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യണമെന്നാണ് പറയുന്നത്. ഇൻ പെർട്ടിക്കുലർ ന്യൂ മന്ത്ര 1-to-1 മാർക്കറ്റിംഗ്, അതായത് ഓരോരുത്തർക്കും ഇൻഡിവിജ്വലായിട്ട് അവരുടേതായിട്ടുള്ള പ്രൊഡക്റ്റുകൾ കാര്യങ്ങൾ അവരുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ളത് നമുക്ക് പ്രൊവൈഡ് ചെയ്യാനായിട്ട് പറ്റണം. നമ്മൾ ഇതുപോലെ യൂസർ പേഴ്സണലൈസ്ഡ് ഇമെയിൽസ് ഒക്കെയാണ് നമ്മൾ അതിന് മെസ്സേജുകളായിട്ട് പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള മെസ്സേജുകൾ കാര്യങ്ങളൊക്കെയാണ് ടാർഗറ്റഡ് കസ്റ്റമേഴ്സിന് വേണ്ടി നമ്മൾ മാസ് അഡ്വർടൈസിങ്ങും മീഡിയാസ് കൊടുക്കുന്നത് ഒരിക്കലും ആ കമ്പനിയെ കുറിച്ചിട്ട് അറിയാനാണ് ഉപയോഗിക്കുന്നത്. കസ്റ്റമർ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് മാസ് അഡ്വർടൈസിങ് ഹെൽപ്പ് ചെയ്യുന്നില്ല. റിലേഷൻഷിപ്പ്, അതാണ് പെപ്പർ ആൻഡ് റോജേഴ്സ് പറയുന്നത് കേട്ടോ. റിലേഷൻഷിപ്പ് പ്രോഗ്രാംസ്, അതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യുക, റിലേഷൻഷിപ്പ് പ്രോഗ്രാംസ് ഡയറക്റ്റ് മെയിൽ ചെയ്യുക, ഇംപ്ലിമെൻ്റ് അതിന് വേണ്ടിയിട്ട് മെയിൽസ് കാര്യങ്ങളൊക്കെ അയച്ച് അവർ ഇൻഡിവിജ്വലായിട്ട് കോൺടാക്ട് ചെയ്യുക. റിലേഷൻഷിപ്പ് ആർ നോട്ട് ബിൽഡ് സസ്റ്റെയിൻഡ് ആൻഡ് ഡയറക്റ്റ് ഇമെയിൽ ദംസെൽഫ് ബട്ട് റേദർ ത്രൂ ടൈപ്പ് ഓഫ് പ്രോഗ്രാംസ് അവൈലബിൾ ഈച്ച് മെയിൽ. അതായത് ഓരോ ടൈപ്പ് ഓഫ് പ്രോഗ്രാംസ്, ഓരോ ഓഫറുകൾ, അതിനെക്കുറിച്ചുള്ള ഇൻഫോർമേഷൻസൊക്കെ ഇൻഡിവിജ്വലായിട്ട് നമ്മൾ കൊടുക്കും. കസ്റ്റമേഴ്സ് മാച്ച് റിയലൈസേഷൻ എക്സ്പെക്റ്റേഷൻ പ്രൊഡക്റ്റ് പെർഫോമൻസ്, അതായത് കസ്റ്റമേഴ്സിന് മാച്ചാവുന്ന, അതായത് അവർ ഒരിക്കലും വാങ്ങാത്ത ഒരു പ്രൊഡക്റ്റിനെ കുറിച്ചിട്ട് ഇൻഫോർമേഷൻ കൊടുക്കേണ്ട ആവശ്യമില്ല, അവരത് വാങ്ങാൻ സാധ്യതയുണ്ട് എന്ന് തോന്നുന്നവർക്കൊക്കെ അതിന് വേണ്ടിയുള്ള പ്രോഗ്രാംസും ഓഫറുകളൊക്കെ കൊടുക്കുകയാണ് ചെയ്യുക. മസ്റ്റ് കോൺസ്റ്റൻ്റ്ലി മെഷർ ദ സാറ്റിസ്ഫാക്ഷൻ ലെവൽ ആൻഡ് ഡെവലപ്മെൻറ്റ്. പിന്നെ ഇതിൽ എന്തുകൂടി നോക്കും, അവരുടെ സാറ്റിസ്ഫാക്ഷൻ എങ്ങനെയുണ്ടെന്ന് കൂടി കൺസിഡർ ചെയ്യും. ഇനി പ്രൈവസി ഇഷ്യൂസ് എന്ന് പറയുന്നത്, ദെൻ CRM ഡിപ്പെൻഡ്സ് ഓൺ ഡാറ്റാബേസ് ഓഫ് കസ്റ്റമർ ഇൻഫോർമേഷൻ. പ്രൈവസി ഇഷ്യൂസിൽ നമ്മൾ ഡാറ്റാബേസ് ഒരിക്കലും മറ്റുള്ളവർക്ക് കൺവേർട്ട് ചെയ്ത് പോകാൻ, ടാർഗറ്റ് മാർക്കറ്റിംഗ്, കമ്മ്യൂണിക്കേഷൻ, റിലേഷൻ ബിൽഡിംഗ് ആക്ടിവിറ്റീസ്, ഇത് എന്ത് ചെയ്യുക, ട്രേഡ് ഓഫ് ചെയ്യാനായിട്ട്, അതായത് ആ ഡാറ്റകൾ നഷ്ടപ്പെടാതെ നമ്മൾ ഡെലിവർ ദ കസ്റ്റമേഴ്സ് പ്രൊഡക്റ്റ് ആൻഡ് സർവീസ്, കൃത്യമായിട്ട് ആ കസ്റ്റമേഴ്സിന് തന്നെ അത് കിട്ടുന്ന രീതിയിൽ അത് മെയിൻറ്റെയിൻ ചെയ്ത് പോകാമെന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. സിമ്പിൾ ഇറിറ്റേഷൻ നമുക്ക് കംസ് മെയിൻലി അൺവാണ്ടഡ് ഇമെയിൽസ്, അതായത് കൂടുതൽ ഇമെയിൽസോ കാര്യങ്ങളൊക്കെ വരുമ്പോൾ അവരത് റിജക്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അവരുടെ പ്രൈവസി കീപ്പ് ചെയ്യുന്ന തരത്തിൽ തന്നെ മെസ്സേജുകളും കാര്യങ്ങളൊക്കെ അയക്കുക. ഒരിക്കലും ഡാറ്റ കൺവേർട്ട് ചെയ്ത് പോകാനോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാവാനായിട്ട് പാടില്ല. നെക്സ്റ്റ് വരുന്നത് മെട്രിക്സ് ആണ്. മെട്രിക്സ് എന്ന് പറഞ്ഞാൽ മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്ന എന്തെങ്കിലും തന്ത്രങ്ങളെയാണ് മെട്രിക്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പ്രോഫിറ്റബിലിറ്റി, മാർക്കറ്റ് ഷെയർ, പ്രോഫിറ്റ് മാർജിൻ, ഇതൊക്കെ തന്നെയാണ് മെട്രിക്സ് ആയിട്ട്. അതായത് എത്രമാത്രം പ്രോഫിറ്റ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട് അതൊരു അളവ് പോലാണ്. പിന്നെ അതുപോലെ തന്നെ മാർക്കറ്റ് ഷെയർ കൂടുന്നുണ്ടെങ്കിൽ അതൊരു അളവ് പോലാണ്. പ്രോഫിറ്റ് മാർജിൻസ്, അതൊക്കെ ഓരോ അളവുകൾ. ഓൾ ദീസ് മെഷേഴ്സ് സിംപ്ലി ഇംപ്ലൈ ഡൂയിങ് ബെറ്റർ ജോബ് അക്വയറിങ് ആൻഡ് പ്രോസസ്സിങ് ഇൻറ്റേർണൽ ഡാറ്റ. അത് നമുക്ക് കൃത്യമായിട്ടുള്ള ഇൻറ്റേർണൽ ഡാറ്റ പ്രൊവൈഡ് ചെയ്യുന്നു. ഹൗ കമ്പനീസ് പെർഫോമിങ് ദ കസ്റ്റമർ ബെറ്റർ, നമ്മൾ കസ്റ്റമറെ എങ്ങനെയാണ് പെർഫോം ചെയ്യുന്നത്, കസ്റ്റമേഴ്സിനെ എങ്ങനെ നമ്മൾ പെർഫോം ചെയ്യണം എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യണം. അപ്പോൾ ഇതാണ് ആ മെട്രിക്സ് നമുക്ക് അതിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യണമെന്നാണ് പറയുന്നത്. ഓക്കെ, താങ്ക് യു.